ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ്. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ഹൈദരാബാദ് പോകുന്ന ശബരി എക്സ്പ്രസിൻ്റെ അവസാന ICF റണ്ണാണ്. അപ്പോൾ അതിൻ്റെ യാത്രയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാലക്കാട് വരെ. ഫസ്റ്റ് LHP ജേർണിയുടെ യാത്രയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെയായിരുന്നു. ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിലാണ് ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ട്രെയിനിൻ്റെ ലാസ്റ്റ് ICF റണ്ണല്ലേ. പഴയ കോച്ചുകൾ. ഇനി നാളെ തൊട്ട് പുതിയ ന്യൂ LHP കോച്ചുകളായിരിക്കും ഈ ട്രെയിനിൽ. പാലക്കാട് വരെ യാത്ര ചെയ്യുന്ന കോച്ചാണ് B3. രാവിലെ നോക്കുമ്പോൾ കറണ്ട് റിസർവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈൻ വഴി എടുത്തതാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് കോട്ടയമാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്ത ട്രെയിനാണ് ഈ ശബരി എക്സ്പ്രസ്. ഇതിൻ്റെ പഴയ ICF കോച്ചുകൾ ഇനി ഓർമ്മയാവുകയാണല്ലോ. ഇനിയും വരുന്നത് പുതിയ ന്യൂ LHP കോച്ചുകളാണ് ഈ ട്രെയിൻ ഇനിയും വരാൻ പോകുന്നത്. നാളെ തൊട്ട് പുതിയ LHP കോച്ചിലായിരിക്കും ട്രെയിനിൻ്റെ റണ്ണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. ട്രെയിനിൽ പാൻട്രി ഉണ്ടായത് ഭാഗ്യം. ട്രെയിനിൽ നിന്ന് വാങ്ങിയ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇഡ്ഡലി വടയാണിത്. 2 ഇഡ്ഡലി 2 വട. സാമ്പാറൊക്കെ പച്ചവെള്ളം പോലെയാണ് ഇരിക്കുന്നത്. 55 രൂപ സംതിങ് ആയിട്ടുണ്ട് ഇതിന്. ട്രെയിൻ കോട്ടയം അടുക്കാറായിട്ടുണ്ട്. ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ കോട്ടയത്തേക്ക്. കോട്ടയം സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഇതേമാതിരി 2 സ്മാരകങ്ങളുണ്ട്. ഈ ടണൽ കണ്ടോ? ഈ ടണലിലൂടെ പണ്ട് ട്രെയിനുകളൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫീലുണ്ടല്ലോ. ഇപ്പോൾ അതൊരു സ്മാരകമായിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടറിൽ 2 ടണൽ. പണ്ട് ഈ ടണലിലൂടെ ഒക്കെ പോകുമ്പോൾ ആ ഒരു സ്ലോ ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേകതര ഫീലായിരുന്നു. ഇതുവഴിയൊക്കെ യാത്ര ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്നതാണ് ആ ടണലിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു ഫീല്. ഇപ്പോൾ ഈ സ്മാരകം പോലെ 2 സൈഡിലും കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തായിട്ട് ഇതിങ്ങനെ നിൽപ്പുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോൾ കണ്ട ക്രോസിംഗ് ആണ്. ഗുരുവായൂരിൽ നിന്നും മധുര വരെ പോകുന്ന ട്രെയിനാണ്. നമ്മുടെ ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറിയതും അപ്പുറത്ത് 2nd പ്ലാറ്റ്ഫോമിലൂടെ മധുര ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് കണ്ടതാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണിത്. NST 3 കാറ്റഗറിയിൽപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് കോട്ടയം. ഇവിടെ മൊത്തം 6 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ സെക്ഷനിലെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ കൂടെയാണ് കോട്ടയം. ഈ വരുന്ന പ്ലാറ്റ്ഫോം കണ്ടോ? ഇതാണ് പുതിയതായിട്ട് ഇവിടെ വന്ന പ്ലാറ്റ്ഫോം നമ്പർ 1A. ഈ എക്സ്പ്രസ്സിന് നല്ല ബന്ധമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കോട്ടയം. കാര്യം എന്തെന്നാൽ മണ്ഡലകാല സമയത്ത് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ വന്നിറങ്ങുന്ന 2 സ്റ്റേഷനിൽ ഒന്നാണ് കോട്ടയം. വേറൊരു സ്റ്റേഷൻ വരുന്നത് ചെങ്ങന്നൂരാണ്. അങ്ങനെ 5 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് എറണാകുളം ടൗൺ ആണ്. 1 മണിക്കൂർ മതിയാകും എറണാകുളം ടൗൺ എത്താൻ. ഇനി ഇടയ്ക്ക് ഒരു സ്റ്റോപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഈ ട്രെയിനില്ല. ഈ സെറ്റപ്പ് എങ്ങനെയുണ്ട്? ട്രെയിനിൻ്റെ പാൻട്രിയിൽ നിന്ന് മിനറൽ വാട്ടർ വാങ്ങിയതാണ്. 15 രൂപയാണ് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വെള്ളത്തിന് വില.
പക്ഷേ 20 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ആയിട്ട് 5 രൂപ മിക്കവാറും എല്ലാവരും ഈ ബിസ്ക്കറ്റിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ തരാറ്. കൊള്ളാമല്ലേ പരിപാടി? ശബരിക്ക് തൃപ്പൂണിത്തറ സ്റ്റോപ്പില്ല. പിന്നെ ഇത് കണ്ടോ, ലൂപ്പ് അടിച്ച് കയറുന്നത്. മെയിൻ ലൈൻ ഒഴിവാക്കി ലൂപ്പ് ലൈനിലായിട്ട് കയറുന്നത് കണ്ടില്ലേ? എന്താ സംഭവം എന്നറിയില്ല. തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനാണ്. സ്റ്റേഷനൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ മെട്രോയുടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സൗകര്യമാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഈ കാണുന്നത്. ലൂപ്പ് അടിക്കുന്നതിൻ്റെ റീസൺ ഒന്ന് നോക്കിയേക്കാം. ഇതാണ്ട് അവിടെ എന്തോ ഒരു ട്രെയിൻ കിടക്കുന്നു. ആ ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ടോ ഈ മെയിൻ ലൈനെ കൊണ്ടിട്ടേക്കുക. മെയിൻ ലൈൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നു. അത് കാരണമാണ് ഇപ്പോൾ ട്രെയിനുകളെല്ലാം ഇപ്പോൾ ലൂപ്പ് ലൈനിലൂടെ പോകുന്നത്. അത് കാരണം ഒരുപാട് സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട് കേട്ടോ, ഇതേമാതിരി ലൂപ്പ് അടിച്ച് പോകുന്ന കാരണം. ഇവിടെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എറണാകുളത്തെ കോച്ചിങ് ഡിപ്പോയാണിത്. തിരുവനന്തപുരം ഡിവിഷനിലെ മേജർ 2 കോച്ചിങ് ഡിപ്പോയിൽ ഒരെണ്ണം ഇതാണ്. ഇവിടെയാണ് പിറ്റ് ലൈനും യാർഡും ഒക്കെ എറണാകുളം കോച്ചിങ് ഡിപ്പോയുടെ വരുന്നത്. കുറേ ട്രെയിനുകളൊക്കെ അവിടെ നിരന്ന് കിടപ്പുണ്ട്. എറണാകുളം സ്റ്റേഷൻ അടുക്കാറായിരിക്കുന്നു. ഇടത് സൈഡിലേക്ക് പോകുന്ന ആ ട്രാക്ക് കണ്ടോ, അതാണ് കോട്ടയം സൈഡിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രാക്ക്. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ വളഞ്ഞ് തിരിഞ്ഞ് നേരെ എറണാകുളം നോർത്തിലേക്കാണ് പോകുന്നത്. ഈ വരുന്ന ട്രാക്ക് കണ്ടോ, അത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ മെയിൻ ലൈനിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി എറണാകുളം ടൗൺ. പെട്ടെന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സഡനായിട്ട് ട്രെയിൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നതായിട്ട് തോന്നി. ഇവിടെ 2 ട്രാക്കിലായിട്ടാണ് ഇപ്പോൾ ട്രെയിൻ കിടക്കുന്നത്, കണ്ടില്ലേ? 2 ട്രാക്കും ബ്ലോക്കായാണ് കിടക്കുന്നത്. റീസൺ എന്താണെന്നറിയില്ല. 5 മിനിറ്റ് കൂടുതൽ അവിടെ നിർത്തിയിട്ടായിരുന്നു. റീസൺ ട്രാക്കിലെന്തോ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഡനായിട്ട് ട്രെയിൻ പിടിച്ചിട്ടത്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ചയാണ്. ആ സൈഡിൽ കണ്ടില്ലേ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പുതിയ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങുകൾ. ഇതെല്ലാം വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമാണിത്. തിരുവനന്തപുരം ഡിവിഷൻ്റെ അണ്ടറിൽ NST 3 കാറ്റഗറിയിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം ടൗൺ. ഇവിടെ മൊത്തം 2 പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉള്ളൂ. കൊച്ചിയിലെ മേജറായിട്ടുള്ള 2ാമത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടാണ് എറണാകുളം ടൗൺ. നമ്മുടെ ട്രെയിൻ ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. കോട്ടയത്തേക്ക് പോകുന്ന മിക്കവാറും എല്ലാ ട്രെയിനുകളും എറണാകുളം നോർത്ത് ഈ ടൗൺ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പാസ് ചെയ്യുന്നത്. 5 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തപ്പോൾ അവിടെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ കടന്നു വരുന്ന ട്രെയിനാണ് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയ്ക്ക് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്. അപ്പോളോ ടയേഴ്സിൻ്റെ കളമശ്ശേരിയിലെ ഫാക്ടറിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്കാണ് ട്രെയിൻ കടന്നു വരുന്നത്. ഇവിടെ
2 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പുള്ളത്. ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. രണ്ട് മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. ആലുവ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു ബ്രിഡ്ജുണ്ട്. അതൊരു സൂപ്പർ കാഴ്ച തന്നെയാണ്. പെരിയാറിൻ്റെ മുകളിലൂടെയുള്ള ആ ബ്രിഡ്ജിലൂടെയുള്ള യാത്ര. ഇപ്പോൾ എത്തും നമ്മുടെ പെരിയാർ ബ്രിഡ്ജ്. ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് പെരിയാർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയുള്ള യാത്ര. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നത് കണ്ടോ, ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. ഈ റൂട്ടിൽ പോകുന്ന എല്ലാവർക്കും അറിയാം. ഈ സൈഡ് എത്തുമ്പോഴത്തേക്കും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയും കാര്യങ്ങളൊക്കെ കാണാം. ഇതുവഴി പോകുമ്പോൾ ആ റൺവേ കൂടെ ഫ്ലൈറ്റ് താഴോട്ട് ഇറങ്ങുന്ന ആ മനോഹരമായ കാഴ്ച എത്ര പേർ കണ്ടിട്ടുണ്ട്? ഒരു മനോഹരമായ കാഴ്ചയാണ്. വേൾഡിലെ തന്നെ ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ടാണ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അതിൻ്റെ ഒത്തിരി അവാർഡൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഇപ്പോൾ ശബരി എക്സ്പ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ കടന്നു വരുന്ന ഈ ട്രെയിൻ കണ്ട് ഈ പ്ലാറ്റ്ഫോം നമ്പർ 3 ഇത് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ്. ഇത് ശബരി എക്സ്പ്രസിൻ്റെ പുറകിൽ വന്ന ട്രെയിനായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരേ സമയത്ത് 2 ട്രെയിനും എത്തിച്ചേർന്നിരിക്കുന്നു. कन्याकुमारी से 100 मिनट होकर मंगलूर तक जाने वाली परशुराम एक्सप्रेस स्टेशन प्लेटफॉर्म नंबर 3 पर आई. ഇതിപ്പോൾ ഭയങ്കര കഷ്ടമായിപ്പോയല്ലോ. ലൂപ്പ് ലൈനിലൂടെ വന്ന പരശുറാം എക്സ്പ്രസ്സിനാണ് ആദ്യം സിഗ്നൽ കിട്ടിയത്. ഇതിപ്പോൾ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് 6:15 വിട്ടാണ് പരശുറാം, 6:45 വിട്ടാണ് ശബരി. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് പരശുറാമിനെ ശബരി ഓവർടേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും തൃശ്ശൂർ വന്നപ്പം ശബരി എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്ത് പരശുറാം കയറിപ്പോന്നു. നല്ല കൺട്രോളിങ് തിരുവനന്തപുരത്തെ. എന്താ കാര്യം എന്നറിയത്തില്ല. ഫസ്റ്റ് പരശുറാമിനാണ് സിഗ്നൽ കിട്ടിയത്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ തൃശ്ശൂർ നിർത്തിയ ശേഷം ഒരു ട്രെയിന് സൈഡൊക്കെ കൊടുത്ത് ഓവർടേക്കിനൊക്കെ സഹായിച്ച ശേഷം ശബരി എക്സ്പ്രസ് നേരെ പാലക്കാട് ലക്ഷ്യമാക്കി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേഷൻ ഒറ്റപ്പാലം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണം. ട്രെയിനിൻ്റെ ബാൻഡറിയിൽ നിന്ന് മേടിച്ചതാണ്. അണ്ട ബിരിയാണി, മുട്ട ബിരിയാണി 100 രൂപയായിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലായിരുന്നു. ആവറേജ് അത്രയേ ഉള്ളൂ. ട്രെയിനിലെ ബിരിയാണി അല്ലേ. എന്താ കാര്യം എന്നറിയില്ല. ഇവിടെ വള്ളത്തോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് ഒരു 45 മിനിറ്റിന് മുകളിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടേക്കോ, സിഗ്നലൊക്കെ കിട്ടാതെ. അങ്ങോട്ടേക്ക് ട്രെയിനൊന്നും പോകുന്നില്ല. പക്ഷേ എറണാകുളം സൈഡിലോട്ടൊക്കെ ട്രെയിൻ പോകുന്നുണ്ട്. എന്താ റീസൺ എന്നറിയില്ല. എന്തെങ്കിലും ട്രാക്ക് മെയിൻ്റെനൻസ് ആണെന്ന് തോന്നുന്നു പാലക്കാട് സൈഡിലോട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ട്രെയിനാണ് കേട്ടോ ശബരി എക്സ്പ്രസ്സിനെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നത്. രണ്ടും ഷൊർണൂർ സൈഡിലോട്ടുള്ള ട്രെയിനാണ്. അങ്ങനെ 1 മണിക്കൂർ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത ശേഷം വള്ളത്തോൾ നഗറിൽ നിന്ന് ശബരി എക്സ്പ്രസ് എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് അറിയാൻ കഴിഞ്ഞത് പാലക്കാട് ഒറ്റപ്പാലത്തെ ട്രാക്ക് മെയിൻ്റെനൻസ് കാരണമാണ് ഇത്രയും ഡിലേ ആയത്.
ദേ ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന ട്രാക്ക് ഉണ്ടോ, അതാണ് ഷൊർണൂർ, കോഴിക്കോട്, മംഗലാപുരം, കൊങ്കൺ റെയിൽവേ ഒക്കെ പോകുന്ന വഴി. നമ്മളിപ്പം വലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പാലക്കാട്, കോയമ്പത്തൂർ, ചെന്നൈ മെയിൻ ലൈനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ആ വരുന്ന ട്രാക്കാണ് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് വരുന്നത്. നമ്മളിപ്പോൾ അതുമായിട്ട് ജോയിൻ ചെയ്ത് ഇനി നേരെ പാലക്കാട് മെയിൻ ലൈനായിട്ട് ഇനി നേരെ പാലക്കാടേക്ക്. ഈ സൈഡിൽ കാണുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടു, ഭാരതപ്പുഴയാണ്. ഇനി അങ്ങോട്ട് ഒറ്റപ്പാലം അവിടം വരെ നല്ല രസമായിരിക്കും കാഴ്ചകൾ കാണാനായിട്ട്. ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലം. ഇവിടുത്തെ 2 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം നേരെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലേക്ക്. ഇനിയിപ്പോൾ അധിക സമയമൊന്നുമില്ല പാലക്കാട് എത്താനായിട്ട്. ഒറ്റപ്പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ട്രെയിന് നല്ല സ്പീഡായിരിക്കും. 110 കിലോമീറ്റർ ട്രാക്ക് തന്നെയാണ്. പാലക്കാടേക്കുള്ള ഈ യാത്രയിൽ ഈ ഭാരതപ്പുഴയുടെ സൈഡിലൂടെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിനിൽ ഇങ്ങനെ നല്ല സ്പീഡിൽ യാത്ര ചെയ്യാൻ നല്ല രസമുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇതുവഴി യാത്ര ചെയ്തവർക്കറിയാം. ഫൈനലി ശബരി എക്സ്പ്രസ് അങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേ ആ വരുന്ന ട്രാക്ക് ഉണ്ടോ, ആ വലത് സൈഡിൽ നിന്ന്, അതാണ് പാലക്കാട് നിന്ന് ഡിണ്ടിഗൽ, പളനി, പൊള്ളാച്ചിയൊക്കെ വരുന്ന വഴി കേട്ടോ. ദേ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ദേ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഇതാണ് ഷാലിമാർ നാഗർകോവിൽ എക്സ്പ്രസ്. അങ്ങനെ 2 മണിക്കൂർ ഡിലേ ആയി ശബരി എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കാണ് ഇപ്പോൾ ട്രെയിൻ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇന്നായിരുന്നു ശബരി എക്സ്പ്രസിൻ്റെ ലാസ്റ്റ് ICF റണ്ണ്. ICF കോച്ചുകൾ കണ്ടില്ലേ, ഇതേ ഇങ്ങനത്തെ കളറിലെ കോച്ചുകൾ. നാളെ തൊട്ട് റെഡ് കളറിലെ പുതുപുത്തൻ LHP കോച്ചുകളിലായിരിക്കും ഇനി ശബരി എക്സ്പ്രസ് വരുന്നത്. സുഖകരമായ യാത്രയായിരിക്കും ഇനിയും LHP കോച്ചുകളിൽ കിട്ടാൻ പോകുന്നത്. ഇന്ന് വീഡിയോ ഇവിടെ നിർത്തുകയാണ് പാലക്കാട് കൊണ്ട്. പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാലക്കാടേക്കുള്ള ഈ ഷോർട്ട് ജേർണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി ICFൽ ഓടുന്ന എല്ലാ ട്രെയിനുകൾക്കും LHP കോച്ച് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. Train number 17229 Thiruvananthapuram to Hyderabad Shabari Express has arrived on platform number 4